ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരുപാട് ഫിത്നകളും ദഹേച്ഛകളുടെ വിളിയാളങ്ങളുമെല്ലാം ഉണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു വിഷയമാണ് തവസ്സുൽ എന്നുള്ള കാര്യം. ഈ വിഷയത്തിലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്നും മുസ്ലിമീങ്ങളിലേക്ക് ചേർത്ത് പറയുന്ന ഒരുപാട് കക്ഷികൾ, ഷിയാക്കളെ പോലെ, സൂഫിയാക്കളെ പോലെയുള്ള ഒരുപാട് കക്ഷികൾ വേർതിരിഞ്ഞിരിക്കുന്നത്. പല ആളുകളും യഥാർത്ഥ ദീനാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലപ്പോഴും ഈ വിഷയത്തിലുള്ള അജ്ഞത കാരണത്താൽ വലാലത്തിലേക്ക്, വഴികേടിന്റെ, നരകത്തിന്റെ വഴിയിലേക്ക് ചെന്നെത്താറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തെക്കുറിച്ച് ശരിയാം വിധം പഠിക്കുകയും നമുക്ക് സാധ്യമാകുന്ന രൂപത്തിൽ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരെയുമെല്ലാം ഈ ആശയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലും വളരെ ബാധ്യതയുള്ളൊരു കാര്യമാണ്. സഹോദരങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം, തവസ്സുൽ എന്ന് പറയുന്ന കാര്യം നിരുപാധികമായ തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. മറിച്ച് തവസ്സുലിൽ ശരിയുമുണ്ട്, തെറ്റുമുണ്ട്. ആ ശരിയും തെറ്റും വേർതിരിച്ചു മനസ്സിലാക്കുക എന്നുള്ളതിലാണ് കാര്യം. പണ്ഡിതന്മാർ പറയുന്നു, തവസ്സുൽ അത് 3 രൂപത്തിൽ, അത് ശരിയായ രൂപത്തിൽ തന്നെയുണ്ട്. ദീനിൽ അനുവദിക്കപ്പെടുന്ന 3 രൂപത്തിലുള്ള തവസ്സുലുകളുണ്ട്. അതിലൊന്നാമത്തേത് അവർ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യം, വാജിബായ കാര്യം, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഏറെ പ്രതിഫലാർഹമായ സുന്നത്തായ കാര്യം, ഇത് ചെയ്യുക വഴി ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുക എന്നുള്ളത് തവസ്സുൽ എന്ന അർത്ഥത്തിൽ വരുന്ന കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാനുള്ള വസീല, ആ മാർഗം നിങ്ങൾ സ്വീകരിക്കണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. മഹാന്മാരായ മുഫസ്സിരിങ്ങൾ മുഴുവനും വിശദീകരിച്ചിട്ടുള്ള കാര്യം, ഐ തഖറബു ഇലൈഹി സുബ്ഹാനഹു വ തആല ബിൽ ഇബാദാത്തിൽ വാജിബാത്തി വൽ മുസ്തഹബ്ബത്തിൽ വാരിദ ഫിൽ ഖുർആനി വസ്സുന്നത്തി സാബിത, ഖുർആനിലും സഹീഹായ ഹദീസുകളിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളും അവൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള സുന്നത്തായ കാര്യങ്ങളും ചെയ്യുക വഴി ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാനാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന 5 നേരത്തെ നിർബന്ധ നിസ്കാരം, നാം ഈ കൂടിയിട്ടുള്ള ജുമുഅ നിസ്കാരം, ഈ ഖുത്ബ കേൾക്കലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിനു പുറമെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ, നമ്മുടെ സ്ഥാനം ഉയർത്തി തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തായ അനേകം കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുക വഴി ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ കൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സ്വാലിഹീങ്ങളായ അടിമകളെ കുറിച്ച് പറഞ്ഞു, ഉലൈകല്ലദീന യദ്ഊൻ യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലുള്ള മുശ്രിക്കുകളെ കുറിച്ച് പറയാൻ, അവർ വിളിച്ച് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെയാണോ, അവർ ചില ആളുകളോടൊക്കെ ദുആ ചെയ്യുന്നുണ്ടല്ലോ, അവർ ആരൊക്കെയാണോ അവർ എല്ലാവരും തന്നെ അവരുടെ റബ്ബിലേക്ക്, യഥാർത്ഥത്തിൽ ഈ ആരാധിക്കപ്പെടുന്ന ആളുകൾ തന്നെ അവരുടെ റബ്ബിലേക്ക് സമീപന മാർഗം തേടിക്കൊണ്ടിരിക്കുകയാണ്. അതേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും അടുത്തിട്ടുള്ള ആളുകൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവരിങ്ങനെയുള്ള സൽക്കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് സഹോദരങ്ങളെ ഈ ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ തവസ്സുലിന്റെ ഒന്നാമത്തെ അർത്ഥം നാം മനസ്സിലാക്കിയിരിക്കേണ്ട, അതിന്റെ ശരിയായിട്ടുള്ള വശം, നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക, അതേത് കൽപ്പനകളാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചെയ്തത് അത് നിർബന്ധമായി നാം ചെയ്യുക, അതോടൊപ്പം സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ അനുവദിക്കപ്പെട്ട തവസ്സുൽ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത് ത്വലബു ദുആഇ മിനൽ ഗൈർ, മറ്റുള്ള ആളോട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാളോട് ആവശ്യപ്പെടുക എന്നുള്ള കാര്യമാണ്. ഇത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത്, മഴയില്ലാതെ വിഷമിക്കുന്ന കാലത്ത്, അദ്ദേഹം മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്
റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യരായ ഉപ്പയുടെ സഹോദരനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വരികയാണ്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്തിരിക്കുന്ന ഈ ഹദീസിൽ നമുക്ക് കാണാം, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, അദ്ദേഹത്തെ കുറിച്ച് റിവായത്ത് ചെയ്യപ്പെടുന്നു, അന്ന ഉമർ കാന ഇദാ ഖഹതു, ഇദാ വരൾച്ചയുണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ഇസ്തസ്ഖാ ബിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ അടുക്കലേക്ക് പോയി മഴയ്ക്ക് വേണ്ടി തേടാൻ അദ്ദേഹം ചോദിക്കാറുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിന, അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തവസ്സുൽ ചെയ്തുകൊണ്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നേരത്തെ നിന്നിലേക്ക് അടുത്തത്. ഫതസ്കീന, അങ്ങനെ നീ ഞങ്ങൾക്ക് മഴ നൽകിയിട്ടുണ്ട്. വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിന ഫസ്കീന, അല്ലാഹുവേ ഇപ്പോഴിതാ ഞങ്ങൾ നബിയുടെ അമ്മിനോട്, നബിയുടെ ഉപ്പയുടെ സഹോദരനോട് ഞങ്ങൾ ഇതാ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് മഴ നൽകണമേ എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ. നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ തവസ്സുൽ എന്താണ്? അദ്ദേഹം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ അടുക്കലേക്ക് പോയി അള്ളാഹുവിനോട് താങ്കൾ മഴയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ കൃത്യമായി സഹോദരങ്ങളെ മഹാനായ ഖാദി മക്കയുടെ ഖാദിയായ അസ്സുബൈർ ബിൻ ബിക്കാർ അൽ ഖുറശി അദ്ദേഹത്തിന്റെ അൻസാബിൽ ഈ ദുആ എങ്ങനെയായിരുന്നു എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അഥവാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചത് ഇപ്രകാരമായിരുന്നു, അല്ലാഹുമ്മ ഇന്നഹു ലം യൻസിൽ ബലാഉൻ ഇല്ലാ ബിദംബ്, അല്ലാഹുവേ ഒരു പരീക്ഷണവും നീ ഇറക്കുന്നില്ല അത് ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ടല്ലാതെ, വലം യുക്ശഫില്ലാ ബിതൗബ, അത് തൗബ ചെയ്ത് മടങ്ങിയാലല്ലാതെ നീങ്ങിപ്പോകുകയുമില്ല. വഖദ് തവജ്ജഹൽ ഖൗമു ബി ഇലൈക ലിമകാനി മിൻ നബിയിക്, അല്ലാഹുവേ നിന്റെ നബിയുടെ അടുത്ത സ്ഥാനം എനിക്കുള്ളത് കൊണ്ട് ഇത് ആളുകൾ എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് എന്നോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വഹാദി ഐദീന ഇലൈക ബിദ്ദുനൂബ്, ഇതാ ഞങ്ങളുടെ കരങ്ങൾ ഇതാ പാപങ്ങൾ കൊണ്ട് മുങ്ങിയിരിക്കുകയാണ്. വനവാസീന ഇലൈക ബിത്തൗബ, ഞങ്ങളുടെ നെറ്റിത്തടങ്ങൾ ഇതാ തൗബ ചെയ്തുകൊണ്ട് നിന്നിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഫസ്കിന അൽ ഗൈസ്, ഞങ്ങൾക്ക് മഴ നൽകണമേ എന്ന് അദ്ദേഹം ദുആ ചെയ്യാൻ. നോക്കൂ സഹോദരങ്ങളെ, വളരെ കൃത്യമായി ഇവിടെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനോട് ദൂരെ നിന്ന് പ്രാർത്ഥിക്കുകയല്ല, ദൂരെ നിന്ന് സഹായം തേടുകയല്ല, മറിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജീവിതകാലത്ത് ചെയ്തതുപോലെ ഇതാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ ജീവിതകാലത്ത് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരിക്കലും തന്നെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് പ്രാർത്ഥിക്കുന്നില്ല, സഹായം തേടുന്നില്ല, മറിച്ച് ജീവിച്ചിരിക്കുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. സഹോദരങ്ങളെ, ഇതിനെ സ്ഥിരപ്പെടുത്തുന്ന മറ്റനേകം സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ അവിടെ മിമ്പറിൽ ഖുത്ബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു അഅറാബി വന്ന സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാകും. അഅറാബി വന്ന് പറയുകയാണ്, റസൂലേ ഇതാ മഴയില്ല, വരൾച്ചയാണ്, ഞങ്ങളുടെ കാലികളെല്ലാം വെള്ളം കിട്ടുന്നില്ല, കൃഷികളെല്ലാം നശിച്ചു പോയിരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തതും ഉടനെ തന്നെ മഴ പെയ്തതുമല്ല നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരിക്കലും തന്നെ അഅറാബി അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ചുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് വേണ്ടി മഴയ്ക്ക് ദുആ ചെയ്യണേ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, നബിയെ ഞങ്ങൾക്ക് മഴ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല, ഒന്നും തന്നെ ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ച് നേരിട്ട് വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയുകയാണ്. ഇത് അനുവദനീയമായ കാര്യമാണ്, ഇതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. നമുക്ക് ജീവിച്ചിരിക്കുന്ന നല്ല സ്വാലിഹായ ഒരു മനുഷ്യനാണെന്ന് ഒരാളോട് തോന്നിയാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നമ്മുടെ നാടിനു വേണ്ടി ദുആ ചെയ്യാൻ നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഇത് സഹോദരങ്ങളെ അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ അർത്ഥത്തിൽ, തവസ്സുലിന്റെ മൂന്നാമത്തെ അർത്ഥത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു വന്നിട്ടുള്ളത് ദുആഉല്ലാഹി ബിദിക്രി അശ്യാഇൻ തുഖവി ഇജാബത്തദ് ദുആ ദല്ലത് അലൈഹി ആയാത്തുൽ ഖുർആൻ ഔ അഹാദീസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സഹീഹ. ഖുർആനിലോ സഹീഹായ ഹദീസിലോ വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. അങ്ങനെ ആ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത് അത് അനുവദിക്കപ്പെട്ടിട്ടുള്ള തവസ്സുലാണ്. ഇത് രണ്ടിനങ്ങളുണ്ട്. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമവിശേഷണങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഒരാൾ ദുആ ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും മനോഹരമായ നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ, അല്ലാഹുവിനോട് നിങ്ങൾ ആ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ദുആ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൻ നംലിലൂടെ നമ്മെ അറിയിക്കുന്നുണ്ട്. അതാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കുകയാണ്,
വഅദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദിക സ്വാലിഹീൻ. വഅദ്ഖിൽനി, റബ്ബേ നീ എന്നെ പ്രവേശിപ്പിക്കണമേ, ബിറഹ്മതിക നിന്റെ കാരുണ്യം കൊണ്ട്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം എന്നുള്ള വിശേഷണത്തെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത് വദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദിക സ്വാലിഹീൻ, നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ, നിന്റെ കാരുണ്യം കൊണ്ട് ആ മഹത്തായ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള ദുആ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നത് അല്ലാഹു തആല പറയുന്നുണ്ട്. അതുപോലെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരിക്കൽ ഒരു വ്യക്തിയുടെ ദുആ കേൾക്കുകയാണ്. എന്താണ് ആ വ്യക്തിയുടെ ദുആ? ആ വ്യക്തി പ്രകാരം ദുആ ചെയ്യുകയാണ്, اللهم إني أسألك أني أشهد أنك أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد എന്നൊരാൾ പ്രാർത്ഥിക്കുന്നത് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു, ലഖദ് സഅൽത അല്ലാഹ ബിൽ ഇസ്മി الذي إذا سئل به أعطى وإذا دعي به أجاب. തീർച്ചയായും നീ അല്ലാഹു തആലയോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഒരു ചോദ്യം കൊണ്ടാണ്, ഒരു പ്രാർത്ഥന കൊണ്ടാണ്. ആ പ്രാർത്ഥന നീ ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. നീ ദുആ ചെയ്താൽ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സൂറത്തുൽ ഇഖ്ലാസിലുള്ള മനോഹരമായ അല്ലാഹു തആലയുടെ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ സ്വഹാബി ദുആ ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമവിശേഷണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. നമുക്കൊരു കാര്യം അത് ഖൈറാണോ അല്ലേ എന്നുള്ളത് അറിയാതിരിക്കുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യാറുണ്ടല്ലോ. സലാത്തുൽ ഇസ്തിഖാറത്തിന്റെ നിസ്കാരം. ആ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക. അല്ലാഹുവേ, നിന്റെ ഇൽമ കൊണ്ട് നീ എനിക്ക് ഏറ്റവും ഖൈറായിട്ടുള്ള കാര്യം ഏതാണെന്ന് പറഞ്ഞു തരണം, നിന്റെ കഴിവ് കൊണ്ട് എനിക്ക് ഈ കാര്യം അറിയിച്ചു തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഇൽമിനെയും ഖുദ്റത്തിനെയും മുൻനിർത്തിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ഇത് സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ട, ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കാൻ കാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഈ കാര്യത്തിൽ ഉൾപ്പെടുന്ന 2ാമത്തെ ഇനം നമ്മൾ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അഥവാ സ്വാലിഹീങ്ങളുടെ ദുആകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, റബ്ബന, അവരിതാ റബ്ബിനോട് ദുആ ചെയ്യുന്നു, ഇന്നനാ ആമന്ന, തീർച്ചയായും ഞങ്ങളിതാ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, ഫഗ്ഫിർ ലനാ ദുനൂബന വഖിന അദാബന്നാർ, അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരേണമേ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്നും നീ കാത്തു രക്ഷിക്കണമേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാൻ. നോക്കൂ, റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ എടുത്തു പറയുന്ന കാര്യം റബ്ബന ഇന്നന ആമന്ന, റബ്ബേ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ സൽക്കർമ്മമായ ഈമാൻ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ ദുആ ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിലകപ്പെട്ട 3 ആളുകളുടെ കഥ പറഞ്ഞ നമ്മൾ കേട്ടിട്ടുണ്ടാകും. 3 ആളുകൾ ഇങ്ങനെ ഗുഹയിൽ ഉൾപ്പെട്ടുപോയി. ആ ഗുഹാമുഖം ഒരു പാറ വന്ന് അടഞ്ഞുപോയി. അവർക്ക് രക്ഷപ്പെടാനുള്ള യാതൊരു മാർഗവുമില്ല. മരണം മുന്നിൽ കാണുന്ന സമയത്ത് അവർ ചെയ്തിരിക്കുന്ന ചില സ്വാലിഹായ കർമ്മങ്ങൾ ഓരോരുത്തരും എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ ചെയ്തെടുത്തു പറഞ്ഞിട്ടുള്ളത് തന്റെ മാതാപിതാക്കളോട് കാണിച്ചിട്ടുള്ള ആ മര്യാദയെ കുറിച്ചിട്ടാണ്. മാതാപിതാക്കളോട് കാണിച്ച പുണ്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് ഒരാൾ ദുആ ചെയ്തു, റബ്ബേ ഇഖ്ലാസ്, നിന്നെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത കാര്യമാണത് എന്ന് പറഞ്ഞ് ദുആ ചെയ്തു. അല്പം പാറ മാറിയിരിക്കുകയാണ്. വേറൊരാൾ ദുആ ചെയ്ത്, റബ്ബേ എനിക്ക് വ്യഭിചരിക്കാനുള്ള കൃത്യമായ എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും നിന്നെ പേടിച്ചുകൊണ്ട് മാത്രം ആ വ്യഭിചാരത്തിൽ നിന്ന് മാറി നിന്നിട്ടുള്ളതാണ്. അങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോൾ ആ പാറ അല്പം കൂടി നീങ്ങുകയാണ്. 3ാമത്തെ ആൾ പറഞ്ഞിട്ടുള്ളത് അയാൾക്ക് കിട്ടിയിട്ടുള്ള ചില സമ്പാദ്യങ്ങളെ കുറിച്ചാണ്. നിനക്ക് വേണ്ടി ഇതാ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നിന്നെ ഭയപ്പെട്ടുകൊണ്ട് അതിനെ കൃത്യമായി ഏൽപ്പിക്കപ്പെട്ട അമാനത്തിനെ സൂക്ഷിച്ചുകൊണ്ട് ഞാനത് തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന കാര്യവും എടുത്തു പറഞ്ഞപ്പോൾ ആ ഗുഹാമുഖം തുറന്നിരിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ഇഖ്ലാസ് ഉള്ള ഒരു പ്രവർത്തനമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷമഘട്ടങ്ങളിൽ അല്ലാഹു തആലയോട് ദുആ ചെയ്യുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടിട്ടുള്ള തവസ്സുലാണ്. ഈ 3 രൂപത്തിലുള്ള തവസ്സുലുകളും ഇത് ദീനുൽ ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള 3 തരത്തിലുള്ള തവസ്സുലുകളെ കുറിച്ചാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും ഇത്തരം അനുവദിക്കപ്പെട്ട തവസ്സുലുകൾ ചെയ്യുന്നില്ല എന്നു മാത്രമല്ല, ദീനുൽ ഇസ്ലാം അംഗീകരിക്കാത്ത കടുത്ത പാപമായി ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തിയ ഷിർക്കിനെ തവസ്സുലായി മനസ്സിലാക്കുകയും അങ്ങനെ ആ ഷിർക്കിനെ
തവസ്സുൽ എന്നുള്ള പേരിൽ വിളിക്കുകയും ഷിർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാം. അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തവസ്സുൽ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേത്, തവസ്സുൽ എന്ന് പറഞ്ഞുകൊണ്ട്, വസീല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചില ആളുകളെ, മനുഷ്യരിൽപ്പെട്ട ചില ആളുകളെ, പ്രത്യേകിച്ചും അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ ജനിച്ച ആളുകളാണെങ്കിൽ അവർ ഒരു വസീലയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ത്വരീഖത്തിന്റെ ഷെയ്ഖുമാരാണെങ്കിൽ അവരൊരു വസീലയാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമുക്ക് അടുക്കാനുള്ള മാർഗമാണ് എന്ന് ജൽപ്പിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുകയും അവരോട് ഇസ്തിഗാസ നടത്തുകയും അവർക്ക് വേണ്ടി അറിവ് നടത്തുകയും എന്തിനധികം അവരുടെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുകയും അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ എല്ലാവിധ ബഹുദൈവാരാധകരും ചെയ്തിട്ടുള്ള അതേ കാര്യമാണിത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അടുക്കാനുള്ള മധ്യമവർത്തികളാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരിൽപ്പെട്ട ചില ആളുകളോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും അള്ളാഹുവിന് മാത്രം നൽകേണ്ടതായ ഇബാദത്തുകൾ അവർക്ക് നൽകുകയും ചെയ്യുക, ഇത് എല്ലാ രൂപത്തിലുള്ള ബഹുദൈവാരാധകരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട മക്കയിലുള്ള മുശ്രിക്കുകളും അവിടെ ഉണ്ടായിരുന്ന പുണ്യപുരുഷന്മാർക്ക് നൽകിയിട്ടുള്ള ഇബാദത്തുകൾ, അതിന്റെ കാരണം ഇത് തന്നെയായിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാ അല്ലാഹു തആല പറയുന്നു, ഫഅബ്ദുല്ലാഹ് മുഖ്ലിസൻ ലഹുദ്ദീൻ, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, ഇഖ്ലാസോട് കൂടിയിട്ടാണ് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ടത്. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അറിയുക, കൃത്യമായ നിഷ്കളങ്കമായ ദീൻ അത് അല്ലാഹുവിന് മാത്രമുള്ളതാകുന്നു. വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ ഔലിയാക്കൾ സ്വീകരിച്ച ആളുകൾ അവർ പറയുന്നത്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് ഇബാദത്ത് ചെയ്യുന്നത്, പ്രാർത്ഥനയാകട്ടെ സഹായതേട്ടമാകട്ടെ, ഇതെല്ലാം അല്ലാഹു തആല അല്ലാത്ത ആളുകളോട് നമ്മൾ നിർവഹിക്കുന്നത് ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഇവർ ഞങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവരുടെ പ്രത്യേകമായ സ്ഥാനം കാരണത്താൽ ഞങ്ങളുടെ ദുആഇനെ അവർ അല്ലാഹുവിലേക്ക് എത്തിക്കും, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തിക്കും. അങ്ങനെ ഞങ്ങൾക്കും അല്ലാഹുവിനും ഇടയിലുള്ള അകലത്തെ ഈ ആളുകൾ കുറച്ചു തരും. ഇതാണ് ഇവർ പറയുന്നതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. എന്നിട്ട് അല്ലാഹു തആല താക്കീത് ചെയ്യുന്നുണ്ട്, ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ. ഇവർ അഭിപ്രായ വ്യത്യാസത്തിൽ ഉണ്ടായിരുന്ന ഈ വിഷയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിധി പറയുന്നതാണ്. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. അല്ലാഹു പറയുന്നത് കേൾക്കാതെ കളവാക്കുന്ന, അവന്റെ ദീനിനെ കളവാക്കുന്ന കുഫാറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയുടെ മാർഗത്തിലേക്ക് നയിക്കുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ, അവിടെ ഉണ്ടായിരുന്ന സ്വാലിഹീങ്ങളോട്, ലാത്തയോട്, ഉസ്സയോട്, മനാത്തയോട് പ്രാർത്ഥിച്ചത്, സഹായം തേടിയത്, അവിടെ ഖബറിങ്കൽ വന്ന് അറിവ് നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർ ഞങ്ങൾക്കുള്ള മധ്യമവർത്തികളാണ്, ഇതൊരു തവസ്സുലാണ്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്താനുള്ള മാർഗമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നുകൂടി പറയുന്നു, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അവർ അള്ളാഹുവിന് പുറമെ ചിലരോട് ഇബാദത്ത് ചെയ്യുന്നു, മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, അത്തരത്തിലുള്ള ആരാധ്യർ ഒരു ഉപകാരമോ ഉപദ്രവമോ അവർക്ക് യഥാർത്ഥത്തിൽ നൽകുകയില്ല. വയഖൂലൂന ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്, പക്ഷെ അവർ ജൽപ്പിക്കുന്നത് ഈ ആളുകളെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശകരായി തീരുമെന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അവരോട് ചോദിക്കുന്നത്, ഖുൽ അതുനബ്ബിഊന അല്ലാഹ് ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശഭൂമികളിൽ അള്ളാഹുവിന് അറിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിനെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ ഇവർ? റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, ഇവർ ഈ ചെയ്യുന്ന കാര്യം ശിർക്കാണ്. ശഫാഅത്ത് ലഭിക്കുക എന്നുള്ള പേരിൽ, അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം ലഭിക്കുക എന്നുള്ള പേരിൽ അവരോട് ദുആ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്, സഹായം തേടുന്നത് ഷിർക്കാണ്. അല്ലാഹു തആല അതിൽ നിന്നുമെല്ലാം മുക്തനായ പരിശുദ്ധനാണ്. അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരാളോടും ശുപാർശ ചോദിക്കേണ്ടതില്ല, ഒരാളുടെ അടുക്കലേക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾ എത്തിക്കേണ്ടതില്ല, ഒരു മധ്യമവൃത്തിയുടെയും ആവശ്യമില്ലാത്ത വിധം പരിശുദ്ധനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ നിലക്ക് മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകളെ ഞങ്ങളുടെ വസീലയായി സ്വീകരിക്കുന്ന ആളുകൾ കാണാൻ സാധിക്കും. അവരോട് എല്ലാ നിലക്കുള്ള ഇബാദത്തുകളും അവർക്ക് വേണ്ടി അർപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന ഖബറുകളിലും ജാറങ്ങളിലുമെല്ലാം സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ഈ ഉറൂസുകളിലും മറ്റുമെല്ലാം സംഭവിക്കുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ്. ഈ ഉറൂസും ജാറവും അതിൽ കിടക്കുന്ന ആളുകളുമെല്ലാം ഞങ്ങൾക്കുള്ള തവസ്സുലുകളായി ആളുകൾ മനസ്സിലാക്കുകയും അത് ശരിയായ തവസ്സുലാണെന്ന് ധരിക്കുകയും ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കടുത്ത ശിർക്ക് അവർ ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത്തെ രൂപത്തിലുള്ള ബാത്തിലായ തവസ്സുൽ സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്ത ആളുകളോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥകളാണ്. അത് തവസ്സുലാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് ഞാൻ മുഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചാലും യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് തന്നെയാണ് എന്ന കടുത്ത ശിർക്കൻ വാദം പറയുന്ന ആളുകൾ.
ജീലാനിയെ കാക്കേണമേ, മമ്പുറം തങ്ങളെ ഞങ്ങളെ സഹായിക്കണമേ, അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങളുടെ കൈ പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാലും യഥാർത്ഥത്തിൽ ഉത്തരം കേൾക്കുന്നത് അള്ളാഹു ആണെന്ന് പറയുന്ന കടുത്ത ശിർക്കൻ വാദം, ഇത് തവസ്സുലാണെന്ന് ധരിച്ചിരിക്കുന്ന കാര്യം സഹോദരങ്ങളെ, ബുദ്ധിയുള്ള ആളുകളെ ചിന്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങളുടെ കൈ പിടിക്കണമേ, പാപം പുറത്തു തരണമേ എന്ന് പറഞ്ഞാൽ അതിന് എന്തായിട്ടാണ് നമ്മൾ പറയുക? എന്തായിട്ടാണ് അത് പറയുക? അത് പ്രാർത്ഥന എന്നല്ലാതെ മറ്റെന്താണ് ആ വാക്കിനെ വിളിച്ച് നമുക്ക് പറയാൻ സാധിക്കുക? അത് സഹായം ചോദിക്കുക എന്നുള്ളതല്ലാതെ മറ്റെന്താണ് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഇനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്, ആരാധനയാണ്. മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്ന് ദുആ ചെയ്താൽ നീ മുഹീദ്ദീൻ ഷെയ്ഖിനെ ആരാധിച്ചു. നിനക്കത് കേൾക്കുമ്പോൾ വലിയ അറുപ്പ് തോന്നിയാലും ശരി, നീ മുഹീദ്ദീൻ ഷെയ്ഖിനെ ആരാധിച്ചവനാണ്. മമ്പുറം തങ്ങളെ കാക്കണേ എന്ന് നീ പറയുമ്പോൾ നീ മമ്പുറം തങ്ങളോട് തേടിയവനാണ്. പ്രാർത്ഥനയ്ക്ക് തേട്ടമെന്നോ ഇസ്തിഗാസയെന്നോ എന്തുവേ പേര് നീ മാറ്റി വിളിച്ചാലും അത് പ്രാർത്ഥന തന്നെയാണ്. അത് പ്രാർത്ഥനയാകാതിരിക്കുന്നില്ല, അത് ഇബാദത്തും തന്നെയാണ്. റസൂലുള്ളാഹിന്റെ വാക്കാണ് അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ അത് തന്നെയാണ് ഇബാദത്ത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മമ്പുറം തങ്ങളെ കാക്കണേ എന്ന് നീ വിളിച്ചാൽ അത് നീ മമ്പുറം തങ്ങളെ ആരാധിച്ചതിന് തുല്യമാണ്. അത് നിന്റെ യഥാർത്ഥ രൂപത്തിലുള്ള തവസ്സുലല്ല, മറിച്ച് ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് നീ കേൾക്കുക, ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക്, അത് നിങ്ങളുടെ റബ്ബാണ്. ലഹുൽ മുൽക്ക്, എല്ലാവിധ ആധിപത്യവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. ലഹുൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ സർവ്വ ആധിപത്യവും അള്ളാഹുവിന് മാത്രമാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഈ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും ഉടമപ്പെടുത്തുന്നതായിട്ട് ഒരാളും തന്നെ ഇല്ല. അങ്ങനെയുള്ള റബ്ബാണെന്ന് പറഞ്ഞ് റബ്ബിനെ പരിചയപ്പെടുത്തുന്ന രീതിയാണിത്. എന്നിട്ട് അള്ളാഹു തആല പറയാൻ, വല്ലദീന തദ്ഉന മിൻ ദൂനിഹി മാ യംലിഖൂന മിൻ ഖത്മീർ, അള്ളാഹുവിന് പുറമെ ചില ആളുകളോടൊക്കെ നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ടല്ലോ, ഒരു കാരക്ക കുരുവിന്റെ മേലെ ഉണ്ടാകുന്ന നേരിയ പാളിയുണ്ടല്ലോ, അത്തരം നിസാരമായ കാര്യങ്ങൾ പോലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, ഖബറിൽ കിടക്കുന്ന, ജീവിച്ചിരിക്കുന്ന ഒരാളും തന്നെ അതൊന്നും ഉടമപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ അവർ നിങ്ങളുടെ ദുആ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് നീ വിശ്വസിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, സങ്കല്പിക്കുകയാണെങ്കിൽ തന്നെയും മസ്തജാബു ലക്കും, ഒരു നിലക്കുമുള്ള ദുആക്കുള്ള ഉത്തരം അവർ നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ഇങ്ങനെ അവരോട് ചോദിച്ച തേട്ടമുണ്ടല്ലോ അത് ശിർക്കാണ്, അതിനെ അവർ നിഷേധിക്കും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, എല്ലാം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ അറിയിക്കുന്നത് പോലെ ആരാണ് നിങ്ങൾക്ക് ഈ കാര്യം അറിയിച്ചു തരിക? വളരെ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നതിനെ, സഹായം തേടുന്നതിനെ കൃത്യമായി അത് ശിർക്കാണെന്ന് വിശദീകരിച്ചു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദ ദഖല അന്നാർ, അല്ലാഹുവിന് പുറമെ ആരോടെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലാണ് ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദഖല അന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കും. അവന്റെ പേര് മുഹമ്മദ് എന്നാകട്ടെ, അവന്റെ പേര് സാലിഹ് എന്നാകട്ടെ, അവന്റെ പേര് അബ്ദുള്ള എന്നാകട്ടെ, ഫാത്തിമ എന്നാകട്ടെ, സൈനബ് എന്നാകട്ടെ, ആയിഷ എന്നാകട്ടെ, നിന്റെ പേരെന്തായാലും ശരി, നീ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലാണ്, അങ്ങനെ വിശ്വസിച്ചിട്ടാണ് നീ മരണപ്പെടുന്നതെങ്കിൽ ദഖലന്നാർ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകളും സഹായതേട്ടങ്ങളും അതിന് തവസ്സുലെന്നോ ഇസ്തിഗാസയെന്നോ എന്തോമന പേരിട്ടാലും അത് മാറുകയില്ല. അത് അവർക്കുള്ള പ്രാർത്ഥന തന്നെ, അവർക്കുള്ള ആരാധന തന്നെ. നീ ദീനുൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കുക. മൂന്നാമത്തെ ബാത്തിലായ തവസ്സുൽ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മറ്റേതെങ്കിലും ഒക്കെ ഔലിയാക്കളായി ഇവർ പറയുന്ന ആളുകളൊക്കെയോ അവരോട് ദുആ ചെയ്യുന്നതിന് പകരം അവരുടെ ഹക്കും ജാഹും ബറക്കത്തിനെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തന്നെ ദുആ ചെയ്യുന്ന ചില ദുആകളുണ്ട്. അള്ളാഹുവെ റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട്, റസൂലുള്ളാഹിന്റെ ജാഹ് കൊണ്ട്, റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട്, അല്ലെങ്കിൽ ഈ മഹാന്റെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് എന്ന രൂപത്തിലൊക്കെ ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ അള്ളാഹുവിനോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അള്ളാഹുവിനോട് മുൻനിർത്താൻ വേണ്ടി അവർ തവസ്സുലാക്കിയിട്ടുള്ളത് വസീലയായിട്ടുള്ള ചില ആളുകളുടെ ഹക്കും ജാഹും ബറക്കത്തും ഒക്കെയാണ്. പക്ഷേ സഹോദരങ്ങളെ, ഇത് ശിർക്കാണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇത് ദീനുൽ ഇസ്ലാമിന് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളിപ്പോകുമെന്ന് പറഞ്ഞ ബിദ്അത്ത് മാത്രമാണ്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് അടുക്കേണ്ടതായ, ദുആ ചെയ്യേണ്ടതായ നിരവധി സന്ദർഭങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഒരു സന്ദർഭത്തിൽ പോലും നിങ്ങൾ എന്റെ ജാഹും ബറക്കത്തും കൊണ്ട് ദുആ ചെയ്തോളൂ, പെട്ടെന്ന് ഉത്തരം കിട്ടും എന്ന് പറഞ്ഞിട്ടില്ല. സ്വഹാബികളിൽ ഒരാൾ പോലും, സഹോദരങ്ങളെ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക, സ്വഹാബികളിൽ ഒരാൾ പോലും അങ്ങനെ റസൂലുള്ളാഹിന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്തതായി സ്വഹീഹായ പരമ്പരയോടുകൂടി ഒരു ഹദീസ് പോലും വന്നിട്ടില്ല.
ഒരു ഹദീസ് പോലും സഹോദരങ്ങളെ റസൂലുള്ളാഹിന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് സ്വഹാബികൾ തേടിയതായി വന്നിട്ടില്ല. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ, വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ ഒരു ഗ്രന്ഥത്തിൽ പോലും അവർ വിശ്വാസ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ കർമ്മശാസ്ത്രങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. അനേകം ഫത്വകൾ അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നിൽ പോലും റസൂലുള്ളാഹിന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കാം, സഹായം തേടാം, അങ്ങനെ അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ ദുആക്ക് ഉത്തരം കിട്ടും, അതൊരു സുന്നത്താണെന്ന് പോലും ഒരാളും സഹോദരങ്ങളെ പ്രസ്താവിച്ചിട്ടില്ല. പിന്നീട് വളരെ ദീർഘകാലത്തിന് ശേഷം ഏതെങ്കിലുമൊക്കെ പണ്ഡിതന്മാർ ഇങ്ങനെ തോന്നുന്ന രൂപത്തിലുള്ള ദഈഫായ ദുർബലമായ ചില പരമ്പരകൾ അത് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചു എന്നുള്ളത് മാത്രമാണ് ചില ആളുകൾ വലിയ തെളിവായി കൊണ്ടുകൊണ്ട് ഉദ്ധരിക്കുന്നത്. സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിൽ അതെങ്ങനെയാണ് തെളിവായിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഅതിഉല്ലാഹ് വഅതിഉർ റസൂൽ വഉലിൽ അംരി മിൻകും, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അതുപോലെ തന്നെ റസൂലുള്ളാഹിനെ അനുസരിക്കണം. നിങ്ങളുടെ കൈകാര്യകർത്താക്കളായ ഭരണാധികാരികൾ അല്ലെങ്കിൽ പണ്ഡിതന്മാരെ അവരെ നിങ്ങൾ അനുസരിക്കണം. പക്ഷേ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങണം, ഖുർആനിലേക്കും സഹീഹായ ഹദീസുകളിലേക്കും മടങ്ങണം എന്നുള്ള കാര്യമാണ് ഈ ആയത്തിലൂടെ പറഞ്ഞതെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാത്ത മുസ്ലിം ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അപ്പോൾ സഹോദരങ്ങളെ, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഗ്രന്ഥങ്ങളിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സൂചിപ്പിച്ചു എന്നുള്ളത് ഇത് ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്യാനുള്ള തെളിവായി തീരുന്നത്? അതിനു പോലും തെളിവില്ല. ആ ബിദ്അത്തുകൾ പോലും സഹോദരങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തു, ഈ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് തേടുക എന്നുള്ള ഒരു പ്രവർത്തനം ഒരാൾ ചെയ്യുകയാണ്, ലൈസ അലൈഹി അംറുന, ഞാൻ അങ്ങനെ ഒരു കാര്യം കൽപ്പിച്ചിട്ടില്ല, എന്റെ കൽപ്പന ദീനിൽ അങ്ങനെ ഒരു വിഷയത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളിപ്പോകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിഗണിക്കുകയില്ല. ബിദ്അത്തുകാർ അവരുടെ അവസ്ഥ വളരെ ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നാം ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ അത് അനുവദിക്കപ്പെട്ട തവസ്സുലാണ്, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ശേഷം പറഞ്ഞ കാര്യങ്ങളിൽ ആദ്യത്തെ 2 അത് ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ശിർക്കൻ തവസ്സുലാണ്. ഈ 3ാമത് പറഞ്ഞ കാര്യം അത് ബിദ്അത്താണ്, ശിർക്കിലേക്ക് എത്തിക്കുന്ന വസീലയുമാണ് എന്ന കാര്യം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇത്തരം മുസ്ലിയാക്കന്മാരുടെ കരാള ഹസ്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. സഹോദരങ്ങൾ, ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങൾ കൊണ്ടും നമുക്ക് ചുറ്റും വിഷമിക്കുന്നുണ്ട്. ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവൻ നീക്കി കൊടുക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് എല്ലാവിധ നന്മകളും നൽകുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.